ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ജാമ്യം ലഭിച്ച ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജയിൽ മോചിതനായി. അതിനിടെ ഈ കേസിലെ 11ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ഉപാധികളോടെയാണ് മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ 11ാം പ്രതിയായ KP ശങ്കരദാസിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ നിന്നാണ് ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയത്. ജയിൽ ആശുപത്രിയിലെ സെല്ലിൽ ഇദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആശുപത്രിയിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പത്മകുമാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കരദാസ്. CPI പ്രതിനിധിയായാണ് ദേവസ്വം ബോർഡിലെത്തിയത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായ ജാമ്യമാണ്. അന്വേഷണ റിപ്പോർട്ട് 90 ദിവസത്തേക്കകം കോടതിയിൽ SIT ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രതിക്ക് ഉള്ള ഒരു അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കഴിയില്ല. കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട്. കോടതിയുടെ വിചാരണയിൽ ഇരിക്കുന്ന കേസാണ്. സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ എല്ലാം തന്നെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ കേസിൻ്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിലാണ് വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം നൽകി വിധിയായത്. ജനം, തിരുവനന്തപുരം.